അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. نحمدك يا منان أوضحت لنا سبل الهداية وأوسعت عن بصائرنا وشاوت الغوايا ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സദാ സൂക്ഷിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകളായ സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഇളയ മകൻ മരണാസന്നമായി കിടക്കുന്ന ഒരു സന്ദർഭം ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വല്ലാത്ത വിഷമകരമായ ആ സാഹചര്യത്തിൽ വീട്ടിൽ പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. സൈനബ് റളിയല്ലാഹു അൻഹ ആളെ പറഞ്ഞയച്ചിട്ട് പ്രവാചകനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. മകനാണെങ്കിൽ വല്ലാതെ മരണത്തോട് മല്ലിട്ട് പ്രയാസകരമായ ഒരവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന സാഹചര്യമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു ചില അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിമാരുമായി ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ സന്ദർഭമുള്ളത്. പ്രവാചകൻ സൈനബ് മകൾക്ക് ഒരു മറുപടി പറഞ്ഞയക്കുകയാണ്. ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅതാ കുല്ല ശൈഇൻ ഇൻദഹു ലി അജലിൻ മുസമ്മ. പ്രവാചകൻ വന്ന ആ മനുഷ്യനോട് പറഞ്ഞു, നീ പോയിട്ട് എൻ്റെ മകളോട് സലാം പറയണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു, അള്ളാഹു എടുത്തിട്ടുള്ളതെല്ലാം റബ്ബിനുള്ളതാണ്. മാ അഅതാ കുല്ല ശൈഇൻ, അള്ളാഹു നൽകിയിട്ടുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്.
ഇൻദഹു ബി അജലിൻ മുസമ്മ, എല്ലാത്തിനും അള്ളാഹു ഒരു കണക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കണക്ക് പൂർത്തിയാകുമ്പോൾ റബ്ബിൻ്റെ തീരുമാനപ്രകാരം അത് അള്ളാഹു അവനിലേക്ക് വിളിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിലേക്ക് തന്നെയാണ് എല്ലാവരും മടക്കപ്പെടുന്നത്. ഫൽ തസ്ബിർ വൽ തഹ്തസിബ്, നീ ഇഹ്തിസാബ് ഉണ്ടാകണം. അതുകൊണ്ട് നന്മകളിൽ അള്ളാഹുവിനെ പ്രതീക്ഷിക്കുകയും അള്ളാഹുവിൽ നിന്ന് നന്മ ആഗ്രഹിക്കുകയും ഏതേത് കാര്യത്തിലും നന്മ പ്രതീക്ഷിക്കുകയും ഈ സാഹചര്യങ്ങളിൽ, ഈ രംഗങ്ങളിൽ നീ ക്ഷമ അവലംബിച്ചുകൊണ്ട് സബറുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന വിലപ്പെട്ട ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയുകയാണ്. ഇത് ആ മനുഷ്യൻ ചെന്ന് സൈനബ് റളിയല്ലാഹു അൻഹയെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ കുട്ടിക്ക് വല്ലാത്ത വെപ്രാളമുണ്ടാകുന്നു, പ്രയാസം കൂടി വരുന്നു. അപ്പോൾ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരണം എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് സൈനബ് റളിയല്ലാഹു അൻഹ ഒരാളെ പറഞ്ഞയക്കുകയാണ്. അദ്ദേഹം വീണ്ടും ചെന്നു പ്രവാചകനെ വിളിച്ചു. പ്രവാചകനോടൊപ്പം ചില സ്വഹാബിമാരും കൂടെ കൂടി അവരൊരുമിച്ച് ആ വീട്ടിലേക്ക്, സൈനബ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ഫറുഫിയ ഇലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കയ്യിലേക്ക് ആ മരണപ്രാളപ്പെടുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ കൊടുത്തു. അസ്സബിയു നഫ്സുഹു വതഖഅഖഹു ഖാല ഹസിബതുഹു അന്നഹു ഖാല കഅന്നഹാ ശന്നുൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെക്കുറിച്ച് സഹാബിമാർ പറയുന്നത് വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ട് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. പഴയ തുകലിലെ വെള്ളപ്പാത്രം പോലെ എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം നടക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു കുഞ്ഞിനെയാണ് പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് കാണുന്നത്. പ്രവാചകൻ അത് ഇങ്ങനെ നോക്കി നിന്നു. ഫാലത്ത് ഐനാഹു, പ്രവാചകൻ്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകാൻ, ചാലിട്ടൊഴുകാൻ തുടങ്ങി. വഖാല സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലുള്ളാഹി മാ ഹാദാ, അങ്ങ് കരയുകയാണോ, എന്താണങ്ങനെ? ഫഖാല ഹാദിഹി റഹ്മ, പ്രവാചകൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന മറുപടിയാണ്, ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാർക്ക്, അടിമകൾക്ക് അള്ളാഹു കൊടുക്കുന്ന, അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിറച്ചു കൊടുക്കുന്ന കാരുണ്യമാണ് ഈ കരച്ചിലുകൾ. വ ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹ്മാഹ്, ജനങ്ങളോട് കരുണ കാണിക്കുന്ന മനുഷ്യൻ അള്ളാഹു കാരുണ്യം ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് തൻ്റെ സ്വഹീഹിൽ 1284 നമ്പറായി രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, പ്രവാചകൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായും ഞാനിത് പറയാനുള്ള കാരണം, നമ്മുടെ കേരളത്തിൽ നമ്മുടെയൊക്കെ ഇടയിൽ വളരെ ഏതൊരു വിഷയത്തിലും വളരെ കരുണയോടുകൂടി ഇടപെടുന്ന ആളുകളാണ് നമ്മളൊക്കെ എന്നത് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. കാരുണ്യത്തിൻ്റെ ഒരുപാട് സമകാലികമായ ഉദാഹരണങ്ങൾ ഈ സമകാലിക ചരിത്രത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഒരുമയുടെ കാരുണ്യം. ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു രോഗം ബാധിച്ചിട്ട് കോടിക്കണക്കിന് രൂപ, ഒരു പ്രത്യേകതരമായ രോഗമുണ്ടായിട്ട് ചെറിയ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ആവശ്യമുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത്തരമൊരു ക്രൗഡ് ഫണ്ടിങ് നടക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരമൊരു വാർത്ത വന്നാൽ എത്ര മണിക്കൂറുകൾക്കകമാണ് കോടികളൊക്കെ പിരിഞ്ഞു വരുന്നത്. എന്തുകൊണ്ടാണത്? നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. കരുണ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പലരെയും രക്ഷിക്കാൻ വേണ്ടി എത്രയോ കോടികൾ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇല്ലേ ജയിൽ മോചിതനായി വന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായാൽ, ഇപ്പോൾ ജലപ്രളയമോ അതുപോലെ ഭൂമികുലുക്കമോ അത്തരം പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായാൽ എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുമയുടെ കാരുണ്യത്തിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സാധുക്കളായ ആളുകളുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചോറ് അത് പൊതികെട്ടി ഹോസ്പിറ്റലുകളിലും അതുപോലെ വഴിയോരങ്ങളിലും ഭക്ഷണമില്ലാതെ കഴിയുന്നവർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. ഇതിൻ്റെ അപ്പുറത്ത് മറുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ചില ക്രൂരമായ, ഒരു കരുണയുമില്ലാത്ത ചില മനുഷ്യരുടെ ചിത്രങ്ങൾ, മനുഷ്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ ഈ അടുത്തായി നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ സ്വന്തം ചോരയിൽ പിറന്ന അതുമല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ചില ആളുകൾ കൊച്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു കരുണയുമില്ലാത്ത ചില മനുഷ്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും വല്ലാത്ത വേദന ഉണ്ടാകുന്ന കാര്യമാണ്. ഏറ്റവും കൂടുതൽ കാരുണ്യം ലഭിക്കേണ്ട പിഞ്ചുമക്കളെപ്പോലും അവരുടെ വാരിയല്ലുകൾ ചവിട്ടിപ്പൊട്ടിച്ചും
അവരെ ആക്രമിച്ച് അവരുടെ തലച്ചോറിന് മുറിവേൽക്കുന്ന രൂപത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. ജനിച്ചു വീണ കുഞ്ഞിനെ അതിങ്ങനെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു പോകാൻ മടിയില്ലാത്ത, കേവലം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളും നമ്മുടെ നാട്ടിൽ വലിയ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡിലൊക്കെ ഏതെങ്കിലുമൊക്കെ അപകടം നടക്കുമ്പോൾ ഓടിക്കൂടി അതിനെ എടുത്ത് പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് പകരം അതിങ്ങനെ മൊബൈലിൽ ചിത്രീകരിച്ച് അതിന് റീച്ച് കിട്ടാൻ വേണ്ടി മാത്സര്യം കാണിക്കുന്ന ഒരു തലമുറ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ഭീതിപ്പെടുത്തുന്ന ക്രൂരമായ അത്തരം നിസ്സംഗതകൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മളെ നൊന്തു പ്രസവിച്ച, നമ്മളെ വാത്സല്യത്തോടു കൂടി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളെ, വലിയ പണവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളവർ തന്നെ ഇങ്ങനെ വഴിയോരങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ ഒക്കെ ഉപേക്ഷിച്ചു പോകുന്ന കാഴ്ചകളും ഇന്ന് കൂടുതലായി നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും മനസ്സ് മരവിച്ചുപോയ, കണ്ണിൽ ചോരയില്ലാത്ത ചില പ്രവർത്തനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ അള്ളാഹു നൽകുന്ന കാരുണ്യം അത് വളരെ വലുതാണ്. അത് നമ്മൾ കൃത്യമായി ഇസ്ലാം കാരുണ്യത്തിനും കരുണ കാണിക്കുന്നവനും കരുണ കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഒക്കെ വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹ്മത്തുർ റാഇ ബിറഇയതിഹി എന്നാണ്. എല്ലാ ഭരണാധികാരികളും അവിടുന്ന് തുടങ്ങണം. രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണെങ്കിലും, അത് സ്റ്റേറ്റിൻ്റെ ഭരണാധികാരിയാണെങ്കിലും, ഒരു വീടിൻ്റെ ഭരണാധികാരിയാണെങ്കിലും, അവിടുത്തെ ഒരു മാതാവാണെങ്കിലും പിതാവാണെങ്കിലും ഒരു അധ്യാപകനാണെങ്കിലും എവിടുത്തെ ഏതു നേതാവാകട്ടെ, തൻ്റെ പ്രജകളോട് തൻ്റെ കീഴിലുള്ളവരോട് കരുണ കാണിക്കുക എന്നത് ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ മഹോദാഹരണമാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എന്താണ് പ്രവാചകനെക്കുറിച്ച് പറഞ്ഞത്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. നിങ്ങളിൽ നിന്നുള്ള ഒരു മനുഷ്യനെ, നിങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ. നിങ്ങളിലേക്ക് അയച്ച പ്രവാചകൻ നിങ്ങളിൽ നിന്നുള്ള ആളാണ്. അസീസുന, പ്രവാചകൻ്റെ സ്വഭാവം എന്താണ്? അലൈഹിമ അനിത്തും ഹരീസുന അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾ വേദനിക്കുന്നത് കണ്ടാൽ സങ്കടമുണ്ടാകുന്ന ഒരു പ്രവാചകൻ, നിങ്ങളോട് അതീവ താല്പര്യമുള്ള ഒരു പ്രവാചകൻ, നിങ്ങളോട് ദയവും കാരുണ്യവുമുള്ള ഒരു പ്രവാചകൻ. അതുകൊണ്ടാണ് ആ പ്രവാചകൻ്റെ ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടിയത്. ആ പ്രവാചകരെ ആർത്തിരമ്പുന്ന തിരമാലകളിലേക്ക് ഇറങ്ങാൻ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്ന അത്രയും പ്രവാചകനെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ കാരണം ആ പ്രവാചകൻ്റെ സ്വഭാവമായിരുന്നു. അല്ലെങ്കിൽ പ്രവാചകൻ്റെ ചുറ്റും ആളുകൾ ഓടി മാറുമായിരുന്നു. പ്രവാചകൻ്റെ അടുത്തേക്ക് വരാൻ, പ്രവാചകനെ ചേർത്ത് പിടിക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് ആ പ്രവാചകൻ്റെ സ്വഭാവമാണ്. ആ പ്രവാചകൻ കരുണയിൽ എത്ര മുന്നിലായിരുന്നു എന്ന് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിലെ ഒരു ഇബാദത്ത് വിസ്വാൽ, ഈ വിസ്വാൽ എന്ന് പറയുന്ന കാര്യം അത് പ്രവാചകൻ നിരോധിച്ചു എന്നതാണ് ഹദീസുകളിൽ നമ്മൾ കാണുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. വിസ്വാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ മഗ്രിബിന് നോമ്പ് തുറക്കലാണല്ലോ നമുക്ക് പതിവ്. ഒരു നോമ്പെടുത്ത ഒരു വ്യക്തി അവിടെ നോമ്പ് തുറക്കാതെ അതിങ്ങനെ തുടർച്ചയായി, പ്രവാചകൻ അതിന് സാധിക്കും. അതിന് മനസ്സുകൊണ്ടും അതുപോലെ തന്നെ ശരീരം കൊണ്ടും പ്രാപ്തനായ വ്യക്തിയാണ് പ്രവാചകൻ. എന്നാൽ പ്രവാചകൻ പറഞ്ഞത് പാടില്ല എന്നാണ്. നിങ്ങൾ മഗ്രിബിൻ്റെ സമയമായാൽ സുബഹിൻ്റെ സമയത്ത് അത്താഴം കഴിക്കുകയും അതുപോലെ മഗ്രിബിൻ്റെ സമയമായാൽ നോമ്പ് തുറക്കുകയും ചെയ്യണം. ഇസ്ലാം എന്ന് പറയുന്നത് ഒരാളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്തും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിസാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി വിരോധിച്ചു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ സഹോദരങ്ങളെ കാണാൻ കഴിയും. അതുപോലെ ഓരോ ഇബാദത്തും അവിടെയൊക്കെ ഇസ്ലാമിൻ്റെ കാരുണ്യം നമുക്ക് പ്രകടമായി കാണാൻ കഴിയും. അതുപോലെ ചെറിയ കുട്ടികളോട് കരുണ കാണിക്കണം. റഹ്മത്തു ബിസ്സഗീർ, ചെറിയവരോട് കരുണ കാണിക്കുക എന്നത് ഇസ്ലാമിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി പറഞ്ഞു ലൈസ മിന്നാ മൻ ലം യർഹം സഗീറന, ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, ചെറിയവരോട് വാത്സല്യം കാണിക്കാത്തവർ, ചെറിയവരെ ആ രൂപത്തിൽ തർബിയത്ത് ചെയ്യാത്തവർ, അവരെ ദേഷിച്ചും അവരെ ആക്രമിച്ചും എന്തൊക്കെ വാർത്തകളാണ്. ക്രൂരമായ പീഡനങ്ങൾ, ലൈംഗികമായ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ കൊന്നൊടുക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചു മാറ്റുന്ന അത്ര ക്രൂരമായ കാഴ്ചകൾ ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുന്ന വാർത്തകൾ ഇവിടുത്തെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ലോകത്ത് നിങ്ങൾ നോക്കൂ, ഇന്നത്തെ യുദ്ധങ്ങളെ നിങ്ങൾ എടുത്തു നോക്കൂ. ഇസ്രയേലിൻ്റെയൊക്കെ അക്രമങ്ങൾ എത്രമാത്രം ഭീകരമാണ്. ഫലസ്തീനിൻ്റെയും സിറിയയുടെയും ഒക്കെ മണ്ണിൽ അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക്
ബോംബിട്ട് നശിപ്പിക്കുന്ന, ഇല്ലേ, അങ്ങനെ കുട്ടികളെ മാത്രം തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന കാബാലികരുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് റസൂലുള്ള പറഞ്ഞത്, ലൈസ മിന്നാ മല്ലം യർഹം സഗീറന, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല. വയഗ്രിഫ് ശറഫ കബീറന, മുതിർന്നവരെ ബഹുമാനിക്കുകയും ചെയ്യാത്തവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് ഇമാം തുർമുദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചകൻ്റെ മക്കളെ ചുംബിക്കുമായിരുന്നു. അങ്ങനെ ചുംബിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അക്രബിനുബിന് ഹാബിസ് എന്ന് പറയുന്ന തമീമി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു അറാബി ഉണ്ടായിരുന്നു. കടുകട്ടിയുള്ള മനസ്സിൻ്റെ ഉടമയാണ് അദ്ദേഹം ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ഇന്നലി അശറത്തു മിൻ വലദിൻ മാ ഖബ്ബലത്തു മിൻഹും അഹദൻ, എനിക്ക് ഏകദേശം ഒരു 10 മക്കളുണ്ട്, ഞാൻ ഒരൊറ്റ കുട്ടിയെ പോലും ഇന്നു വരെ ചുംബിച്ചിട്ടില്ല എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. ഫനദറ ഇലൈഹി, ഇത് കേട്ടപ്പോൾ റസൂലുള്ള ഞെട്ടി. റസൂലുള്ള ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയതാണ്. സുമ്മ ഖാല മല്ലാ യർഹം ലാ യുർഹം, അള്ളാഹു കുട്ടികളോട് ആളുകളോട് കരുണ കാണിക്കാത്തവൻ, കുട്ടികളോട് കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കാരുണ്യം ചെയ്യുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി മുസ്ലിമും ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അതുകൊണ്ട് കുട്ടികളോട് സ്നേഹത്തോടു കൂടി ഇടപെടാൻ കഴിയണം. കുട്ടികളെ അനാവശ്യമായി ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പാടില്ല എന്നാണ് മഹാനായ അബൂ മസ്ഊദ് അൽ ബദരി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖുന്തു അദ്രിബു ഗുലാമൻ ബി സൗത്ത്, ചാട്ടവാൾ കൊണ്ട് കുട്ടിയെ അടിക്കുകയായിരുന്നു അദ്ദേഹം അടിക്കുന്ന സമയത്ത് വസമിഅതു സൗത്തം മിൻ ഖൽഫി, അദ്ദേഹത്തിന് പുറകു ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. ഇലം അബാ മസ്ഊദ്, അബാ മസ്ഊദ്, നീ അറിയണം എന്നാണ് ആ വാക്ക്. ഫലം അഫ്ഹമിസ് സൗത്തു മിനൽ ഗളബ്, എൻ്റെ കോപം ഇങ്ങനെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ആ ശബ്ദം ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ ആ അടിക്കുന്നതിൻ്റെ ദേഷ്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടായപ്പോൾ കുട്ടിയെ ഞാൻ അടിക്കുകയായിരുന്നു. ഖാല ഫലമ്മാ ദനാ മിന്നി, ആ ശബ്ദം ഇങ്ങനെ പെട്ടെന്ന് അടുത്തു വന്നു. ഇദാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അദ്ദേഹം നോക്കിയപ്പോൾ അത് റസൂലുള്ളാഹിയായിരുന്നു. വൈദാഹു വയഖൂൽ, അദ്ദേഹം പറഞ്ഞു ഇലം അബാ മസ്ഊദ്, ഇലം അബാ മസ്ഊദ്, ആവർത്തിച്ച് പറഞ്ഞു, അബൂ മസ്ഊദേ, നീ മനസ്സിലാക്കണം. ഖാല ഫഅൽഖൈതു സൗത്ത് മിൻ യദി, എൻ്റെ കയ്യിലിരുന്ന ചാട്ടവാർ നിലത്തേക്ക് വീണു. ഫഖാല ഇലം അബാ മസ്ഊദ് അന്നല്ലാഹ് ഖദ് അഖ്തറ അലൈഹി മിൻ ഖാല ഹാദൽ ഗുലാം, ഈ കുട്ടിയുടെ നിന്റെ മേലുള്ള അധികാരത്തെക്കാൾ അല്ലാഹുവിന് അധികാരമുണ്ട് എന്ന് പറഞ്ഞു. ഫഖുൽതു ലാ അദ്രിമു മംലൂഖൻ ബഅദ അബദ, പിന്നീട് ഒരിക്കലും ഞാൻ കുട്ടികളെ അടിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികളോട് കരുണ കാണിക്കണമെന്നത് ഇസ്ലാം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്കറിയുന്ന ചരിത്രങ്ങളല്ലേ, പ്രവാചകൻ്റെ തോളിൽ കയറി ആന കളിച്ച പ്രവാചകൻ കുട്ടികളെ, ലോകത്തിൻ്റെ നേതാവ്, കളിപ്പിച്ച ചരിത്രം. പള്ളിയിൽ പോലും നമസ്കരിക്കുന്ന സമയത്ത് വന്നിരുന്ന പേരമക്കളെ എടുത്തുകൊണ്ട് നമസ്കരിച്ച പ്രവാചകൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾ കരയുമ്പോൾ നമസ്കാരം ദീർഘിപ്പിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം മരിക്കുന്ന സമയം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമാണ്. വല്ലാത്ത വൈകാരികമായൊരു സംഭവമാണ്. അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇബ്രാഹിം എന്ന പൊന്നോമനെ എടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലേക്ക് പിടിക്കുകയാണ്. ചെറിയ കുഞ്ഞാണ്, ആൺകുഞ്ഞ് മരിക്കുന്ന ആ മരണപ്രാളത്തിലാണ്. ഇബ്രാഹിം ഫഖബ്ബലഹു വശമ്മഹു, പ്രവാചകൻ ഇബ്രാഹിമിനെ തുരിതുരാ ഉമ്മ വെച്ചു, തന്നെ ആ മകനെ മണപ്പിച്ചു. സുമ്മ ദഖൽനാ അലൈഹി ബഅദ ദാലിക ഇബ്രാഹിം, ഇല്ലേ, അങ്ങനെ ആ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ മരിക്കാൻ പോകുമ്പോൾ തദ്രിഫാനി, പ്രവാചകൻ്റെ കണ്ണിൽ നിന്ന് പ്രവാചകൻ്റെ മനസ്സ് വല്ലാതെ ഇടറി വേദനിച്ചു, കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഫഖാല ലഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഇത് കണ്ടുകൊണ്ടിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, അന്ത യാ റസൂലല്ലാഹ്, റസൂൽ അങ്ങ് കരയുകയാണോ? ഖാല ഇബ്നു ഔഫ്, ഇബ്നു ഔഫേ, ഇന്നഹാ റഹ്മത്തുൻ, ഇത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നൽ ഐന തദ്മഉ, കണ്ണുകളെ നനയിക്കും. കാരുണ്യമുള്ള മനസ്സുകളുടെ കണ്ണുകളെ ചില വിഷമ സാഹചര്യങ്ങളിൽ, മരണരംഗങ്ങളിൽ കരയിക്കും. അതൊരു പക്ഷേ അലമുറയിട്ടുള്ള കരച്ചിലല്ല, ഇല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മരണം നടക്കുമ്പോൾ ചില ആളുകളുണ്ട് അലമുറയിട്ട് ശബ്ദം ഉണ്ടാക്കി, അത് കരയാൻ പാടില്ല, അത് വിരോധിച്ചതാണ്, അത് ജാഹിലിയത്താണെന്ന് പ്രവാചകൻ വ്യക്തമായി പറഞ്ഞതാണ്. ഇത് കണ്ണുകളെ നനയിച്ചുകൊണ്ടുള്ള കരച്ചിലുകളാണ്. വൽ ഖൽബു യഹ്സുനു, ഹൃദയം ദുഃഖിക്കുന്നുണ്ട്. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുന, റബ്ബിന് തൃപ്തിയല്ലാത്തതൊന്നും ഈ സാഹചര്യത്തിൽ പറയില്ല, നാവ് കൊണ്ടൊരു വിശ്വാസി പറയില്ല എന്നാണ്. ആ സമയത്ത് അനാവശ്യങ്ങളൊന്നും പറയില്ല, ബഹളം വെക്കുകയില്ല, കണ്ണ് നനയും, ഹൃദയം വേദനിക്കും. വഇന്നാ ലിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഇബ്രാഹിം എന്ന എൻ്റെ പൊന്നോമനെ മരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഞങ്ങൾക്ക് വേദനയുണ്ട്, ഞങ്ങൾ ദുഃഖിതരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുപോലെ കരുണ എല്ലാ രംഗത്തും ഉണ്ടാകണം, യത്തീമുകളോടുണ്ടാകണം, ഇല്ലേ? മാതാപിതാക്കളില്ലാത്തവർ, യത്തീമുകൾ, അർഹ്മത്തു ബിൽ യതീം, യത്തീമുകളോട് കരുണ കാണിക്കണം. ഫക്കീറുകളോട്, ദരിദ്രരോട് കരുണ കാണിക്കണം. പാവപ്പെട്ടവരാണ് അവർ, സമൂഹത്തിൽ താഴ്ന്നവരായിരിക്കാം, ഇല്ലേ? അവരെ എഴുത്താനും
മോശപ്പെടുത്താനും പാടില്ല. അവരോട് കാരുണ്യമുണ്ടാകണം. വല്ലഈഫ്, ദുർബലരുണ്ടാകും. അവരിങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കുന്നവരോ എല്ലാവരുടെയും മുന്നിൽ അതിജയിച്ച് നിൽക്കുന്നവരൊന്നും ആയിരിക്കില്ല. ദുർബലരായിരിക്കും, സാധുക്കളായ മനുഷ്യരുണ്ടാകും. അവരെ പരിഹസിക്കാനും അപഹസിക്കാനും കളിയാക്കാനും ഒറ്റപ്പെടുത്താനും പാടില്ല. അവരോട് കാരുണ്യമുണ്ടാകണം എന്ന് ഇസ്ലാം പറഞ്ഞതാണ്. വൽ മിസ്കീൻ, അതുപോലെ തന്നെ മിസ്കീനുകളായ ആളുകളുണ്ടാകും സമൂഹത്തിൽ. അവരെ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കണ്ടുകൊള്ളണമെന്നില്ല. അത്തരം ആളുകളോട് കരുണ കാണിക്കാൻ നമുക്ക് കഴിയണം എന്ന് ഇസ്ലാം നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പാവപ്പെട്ടവരെ ചേർത്തു വെക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഇല്ലേ? അറഅയ്തല്ലദീ, മതത്തെ കളവാക്കിയവനെ നിങ്ങൾക്കറിയുമോ? മതത്തെ വ്യാജമാക്കിയവനെ നിങ്ങൾക്കറിയുമോ? ഖുർആൻ്റെ ചോദ്യമാണ്. എന്താണ് മതത്തെ വ്യാജമാക്കുക എന്ന് പറഞ്ഞാൽ? അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇല്ല എന്ന് പറഞ്ഞതല്ല, അതുപോലെ പരലോകമില്ല എന്ന് പറഞ്ഞവരല്ല. മറിച്ച് അവരെക്കുറിച്ച് പറഞ്ഞത്, അങ്ങനെ കളവാക്കിയവർ എന്ന് പറഞ്ഞത് ഏതു ഭാഗത്തെക്കുറിച്ചാണെന്നറിയോ? ഫദാലിക്കല്ലദീ യദുൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, മിസ്കീങ്ങളുടെ ഭക്ഷണകാര്യത്തെ ശ്രദ്ധിക്കാത്തവർ, യതീമുകളെ പരിഗണിക്കാത്തവർ, അനാഥകളെ തള്ളിക്കളയുന്നവർ, അവരെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ, കാരുണ്യം കാണിക്കാൻ, പാവപ്പെട്ടവരെ ചേർത്തു വെക്കാൻ, അനാഥകളെ ചേർത്തു പിടിക്കാൻ, സമൂഹത്തിൽ ഇടപെടാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ റഹ്മത്തു അൽ ബഹീമ, ഇല്ലേ, മൃഗങ്ങളോട്, ജന്തുജീവജാലങ്ങളോടൊക്കെ കാരുണ്യമുണ്ടാകാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 ഹദീസുകൾ ഇമാം ബുഖാരി മുസ്ലിമും, രണ്ടും ഇമാം ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹിയായി ഉദ്ധരിച്ച ഹദീസാണ്. വളരെ പ്രബലമായ 2 സ്വഹീഹായ ഹദീസുകൾ. ആ 2 ഹദീസുകളിലെ സംഭവം നമുക്കറിയാം. അതിനകത്തെ വിഷയം ഗൗരവത്തിലാണ് നമ്മുടെ ജീവിതവുമായി നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. ഒന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മറ്റൊന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒന്നാമത്തെ ഹദീസ്, ദഖലത്ത് ഇംറഅത്തുൻ നാറു ഫിൽ ഹിറ, ഒരു പൂച്ചയുടെ വിഷയത്തിൽ നരകത്തിൽ പോയ ഒരു പെണ്ണിൻ്റെ കഥയാണ് പ്രവാചകൻ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തില്ല എന്ന് മാത്രമല്ല, വലം തഅകുലുമിൻ ഹശാശിൽ അർള്, ഭൂമിയിൽ പോയിട്ട് അത് മറ്റ് പ്രാണികളെയൊക്കെ പിടിച്ച് തിന്നാൻ അതിനെ കെട്ടഴിച്ച് വിട്ടതുമില്ല, അതിനെ കെട്ടിയിടുകയും ചെയ്തു. ആ പെണ്ണിന് നരകമുണ്ട്. അത് കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയണം. മറ്റൊരു ഹദീസ് ഏതാണെന്നറിയോ? ഒരു വല്ലാതെ ഇഷ്ടമുള്ള ഒരു സമയത്ത് ഒരു കിണറിൻ്റെ ചുറ്റും ഒരു നായ ഇങ്ങനെ വിശന്ന് വലഞ്ഞുകൊണ്ട്, ദാഹിച്ച് വലഞ്ഞിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ബഹായ ബനി ഇസ്രായീല വനസഅത്ത്, ഇല്ലേ, ഫസഖതുഹു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ ഇച്ചിരി മോശപ്പെട്ട സ്ത്രീയായിരുന്നു, ഇല്ലേ, തെറ്റുകൾ ചെയ്ത് ജീവിച്ചൊരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ അത് കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ, പണ്ഡിതന്മാർ ഈ വിഷയം പറയുന്നത് ഇഖ്ലാസ്, അവരുടെ മനസ്സിലുണ്ടായ ഒരു ആത്മാർത്ഥത, റബ്ബിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഷൂസ് കൊണ്ട് കഷ്ടപ്പെട്ട് അതിൽ നിന്ന്, ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുത്ത നായക്ക് കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയുടെ കഥയും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പൂച്ചയെ കെട്ടിയിട്ട് നരകത്തിലും, അതുപോലെ മോശപ്പെട്ട ഒരു സ്ത്രീ, ആ നന്മ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഇഖ്ലാസ് അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. ആത്മാർത്ഥമായിട്ടുള്ള ആ ദീനിലേക്കുള്ള തിരിച്ചുവരവ് അല്ലാഹു സ്വീകരിച്ചു. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങളെ, കാരുണ്യത്തോടു കൂടി ഇടപെടുക. മൃഗങ്ങളെയൊക്കെ ക്രൂരമായി ദ്രോഹിക്കുന്നവർ, അതുപോലെ തന്നെ അതിന് ഭക്ഷണം കൊടുക്കാത്തവർ, അതുപോലെ അതിനെ പൊള്ളലേൽപ്പിക്കുന്നവർ, അതിങ്ങനെ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത്തരം റീലുകളൊക്കെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അറുക്കുമ്പോൾ പോലും, ഇപ്പോൾ ഉദ്ഹിയത്ത് നമ്മൾ അറുത്തല്ലോ, അറുക്കുമ്പോൾ പോലും പ്രവാചകൻ പറഞ്ഞെന്താണ്? മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകൻ എന്ന 2 കാര്യങ്ങൾ ഞാൻ ഹിഫ്ള് ചെയ്തു, മനഃപ്പാഠമാക്കി എന്നാണ്. ഒന്നെന്താണ്? ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിലും നന്മ കൊണ്ടുവരിക എന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. അതുപോലെ ഇദാ ദബഹതും ഫഅഹ്സിനു ദബഹ, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചെയ്യണം, നല്ല മൂർച്ചയുള്ള കത്തിയായിരിക്കണം, ആശ്വാസം കൊടുക്കണം, അതിനോട് കാരുണ്യം കാണിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ജീവികളെ എറിഞ്ഞു കൊല്ലുന്നതിനെ വിലക്കിയതായി കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മറ്റൊരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്നൊരു സംഭവം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടേക്ക് ചെല്ലുമ്പോൾ ചില യുവാക്കൾ അല്ലെങ്കിൽ ചില കുട്ടികൾ, ഹദീസിൽ അങ്ങനെയാണുള്ളത്, അവരെന്ത് ചെയ്യാണ്? അവരൊരു കോഴിയെ കെട്ടിയിട്ടിട്ട് എറിയുകയാണ്. അത് കണ്ടപ്പോൾ പ്രവാചകൻ വിരോധിച്ച അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇങ്ങനെ ചെയ്യുന്നത് പ്രവാചകൻ ശക്തമായി വിരോധിച്ചതാണ്. പ്രവാചകൻ്റെ ശാപം, അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ടാകും എന്ന് അവിടുന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗികളോട് കാരുണ്യം കാണിക്കണം. ഹദീസുകൾ, നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇമാമ് നിൽക്കുകയാണെങ്കിൽ പിന്നിൽ രോഗികളുണ്ടെങ്കിൽ, അതുപോലെ പ്രവാചകൻ പറയുന്നത് ഫഇന്ന ഫിന്നാസി ദഈഫിൻ വസ്സഖീമി വദിൽ ഹാജ, ചില ആവശ്യക്കാരുണ്ടാകാം, ചില രോഗികളുണ്ടാകാം,
അതുപോലെ തന്നെ ചില ദുർബലരായ ആളുകളുണ്ടാകാം. അത്തരം ആളുകളെ പരിഗണിച്ചുകൊണ്ട് വളരെ ദീർഘമായി ഖുർആൻ ഓതരുത്, ആ ഇബാദത്തിൻ്റെ വിഷയത്തിൽ പോലും. എന്നാൽ അതിനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ദീർഘമായി ഓതാം. എല്ലാവരെയും പരിഗണിക്കണമെന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗമുള്ളവരോടെല്ലാം കാരുണ്യം കാണിക്കണം. എങ്കിൽ ആകാശത്തുള്ളവൻ നമ്മളോട് കാരുണ്യം കാണിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സമൂഹത്തോട് ആ നിലയ്ക്ക് ഇടപെടണം. നമ്മുടെ സമൂഹത്തെ അങ്ങനെ പരിഗണിക്കാൻ കഴിയണം. മറ്റു ജീവജാലങ്ങളെയെല്ലാം അള്ളാഹു ഇവിടെ സംവിധാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഇന്നത്തെ ദിവസം എന്താണ്? ജൂൺ 5-ാം തീയതിയാണ്. ലോക പരിസ്ഥിതി ദിനമായിട്ട് ലോകം കൊണ്ടാടുന്ന ഒരു ദിവസമാണ് അല്ലേ? തൈകൾ നട്ടുപിടിപ്പിച്ചും പരസ്പരം വൃത്തിയാക്കിയും അത്തരം ബോധവൽക്കരണ പരിപാടികളുമൊക്കെയായി നമ്മുടെ നാട്ടിൽ അത്തരം ഒരു ദിനം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രകൃതിമതമായ പരിശുദ്ധമായ ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ വഹിച്ച പങ്ക് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരോടും കാരുണ്യം കാണിക്കാനും ആ പരിസ്ഥിതിയെ കൃത്യമായി കൊണ്ടു നടക്കാനുമുള്ള നിർദ്ദേശങ്ങൾ വ്യക്തമായി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഏറെ പ്രസക്തമായി തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയണം. തികഞ്ഞ സന്തുലിതാവസ്ഥയിലാണ് ഈ മഹാപ്രപഞ്ചം അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. റബ്ബ് അൽ ഹാക്കിമാണ്. നല്ല ഹിക്മത്തോടുകൂടി കൃത്യമായ അളവും തോതും അനുസരിച്ചുകൊണ്ടാണ് എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇല്ല ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള സമൂഹങ്ങളുണ്ട്, ഇഴഞ്ഞു നീങ്ങുന്നവയുണ്ട്, ഇല്ലേ, ചിറകിൽ പറന്നുയരുന്നവയുണ്ട്, ഇരുകാലികളും നാൽക്കാലികളുമുണ്ട്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു കൃത്യമായി ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചവർ നിങ്ങളെപ്പോലെയുള്ള ചില സമൂഹങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അതിനെ കൃത്യമായി പരിലാളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് ശേഷം പ്രളയം എന്നത് ശരിയായ ഒരു നിലപാടല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളിരിക്കുന്ന ചില്ല മുറിച്ചുകൊണ്ടാകരുത് നമ്മൾ ജീവിക്കേണ്ടത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ പരിസ്ഥിതിയെ പരിഗണിക്കുക എന്നതും അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ പാടുന്നൊരു പാട്ടുണ്ട്, ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറയുന്നത്. ആ ഒരു വാസം സാധ്യമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ. നോക്കൂ നിങ്ങൾ, സ്വാലിഹ് നബി അലൈഹിസ്സലാം ഇസ്ലാമിക പ്രബോധനവുമായി തൻ്റെ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സമൂഹത്തോട് ഒന്നാമതായി പ്രഖ്യാപിക്കുന്നത് യാ ഖൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറഹു, നിങ്ങൾ തൗഹീദുള്ളവരായിരിക്കണം. ഈ പ്രഖ്യാപനമാണ് ഏതൊരു വിശ്വാസിയും ഒന്നാമത് സമൂഹത്തോട് പറയേണ്ടത്. അതിനുശേഷം അവിടുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, വ അൻശഅകും ഫിൽ അർളി വസ്തഅമറകും ഫീഹാ എന്നാണ്. അവൻ നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ച് വളർത്തുകയും നിങ്ങളെ അവിടെ അധിവസിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തൻ്റെ തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയുന്നുണ്ട്, ഇസ്തിഗ്മാർ എന്ന് പറഞ്ഞാൽ തലബുൽ ഇമാറത്ത് എന്നാണ്. ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും തൗഹീദുള്ളൊരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന്, ഒരു മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അത് പരിപാലിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടവരാണ് നമ്മൾ. പ്രകൃതിയുടെ താളത്തിനും അതുപോലെ സന്തുലിതാവസ്ഥയ്ക്കും ഒരു കേടുപാടും വരാത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ്റെ ഒരു ഉപദേശം നോക്കൂ നിങ്ങൾ, ഒളു ചെയ്യുമ്പോൾ ഒരു ഒഴുകിപ്പോകുന്ന ഒരു നദിയുടെ സൈഡിൽ നിന്നാണ് ഒളു ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ വെള്ളം വേസ്റ്റ് ആക്കരുതെന്നാണ്. ഈ ഒരു വിഷയം എല്ലാ വിഷയത്തിലും നമ്മൾ ആഡ് ചെയ്യണം. ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അനാവശ്യമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ, ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വലാ തുഫ്സിദൂ ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയുടെ ഏറ്റവും നല്ലമായ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഫസാദുകൾ ഭൂമിയിൽ ഉണ്ടാക്കാൻ പാടില്ല. ഈ ആയത്തിനെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീർ ഇബ്നു കസീറിൽ വിശദീകരിക്കുന്നത് കാണാം. ഇൻഹാ തആല അനിൽ ഇഫ്സാദി ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് അള്ളാഹു വിരോധിച്ച കാര്യമാണ്. കാരണം മാ അല്ലാഹു ബിഹി ബഅദ ഇസ്ലാഹിഹാ, ഈ നല്ല ഒരു ജീവിതത്തിന് ശേഷം പ്രശ്നമുണ്ടാക്കുക അത് ആളുകൾക്ക് വൈന്നഹു ഇദാ ഖാനത്തിൽ ഉമൂരി മാശിയത്തിൻ അലസ്സദാദ്, നന്നായി പോകുന്ന ഒരു നാട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നത് അവർക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സുമ്മ വഖൽ ഇഫ്സാദു ബഅദ ദാലിക കഅന്ന അല്ലറമാ യകൂനു അലൽ ഇബാദ്, അത് തൻ്റെ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനങ്ങളും ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നതിനെ അതിശക്തമായി അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. അതിനെക്കൊണ്ട് അള്ളാഹു വിരോധിച്ചിട്ടുണ്ട് എന്ന് അവിടുത്തെ ഇബ്നു കസീറിൻ്റെ തഫ്സീറിൽ നമുക്ക് സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ കൂടുതൽ ഈ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായി
സന്ദേശം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദിനാചരണങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കേണ്ടവനല്ല വിശ്വാസി. അവൻ്റെ എല്ലാ ദിവസവും ഈ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടവനാണ്. വംശനാശമോ അല്ലെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന ഭൗതികമായ നാശനഷ്ടങ്ങൾക്കപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഖബറിലേക്ക് ഇതൊരു നന്മയാണ്, ഇത് പ്രതിഫലമാണ് എന്ന നിയത്തോടു കൂടിയാണ് ഒരു വിശ്വാസി ഇത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. മരം നടുക, അതുപോലെ തന്നെ അതുപോലെ തന്നെ വനവൽക്കരണം പോലെയുള്ള കാര്യങ്ങൾ അത് പരിഗണിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. ഖാന യഹ്രിസു ഷജറ, മരം മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹം മരം നടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലൂടെ ഇങ്ങനെ ഒരാൾ നടന്നു പോവുകയാണ്. അദ്ദേഹം പറയുകയാണ്, അബൂദർദ റളിയല്ലാഹുവിന് പ്രായമായി, താങ്കൾ ഇപ്പോൾ ഈ മരം നട്ടിട്ട് എന്താണ് കാര്യം? കാരണം താങ്കൾ എത്ര കാലം ചെയ്യും, ഈ മരം ഇങ്ങി ബലമൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് താങ്കൾക്ക് അതിൽ നിന്ന് കഴിക്കാൻ കഴിയൂല എന്ന് അബൂദർദ റളിയല്ലാഹുവിനോട് ആ മനുഷ്യൻ പറയാണ്. അബൂദർദ റളിയല്ലാഹു ആ മനുഷ്യനോട് പറയുന്ന മറുപടിയുണ്ട്, ഫഖാല അബൂദർദാഹ് മാ അലയ്യ യഖൂനു ലി അജ്റുഹാ യഅകുലു മിൻഹാ ഗൈരി, ഞാനല്ലാത്തതാരും ഒരു പക്ഷി പോലും ഈ മരത്തിൽ നിന്നൊരു ബലം കഴിച്ചാൽ അതിൻ്റെ കൂലി എൻ്റെ ഖബറിലേക്ക് കിട്ടും. ഇതാണ് ഒരു വിശ്വാസിയുടെ നിലപാടായി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. മാമിൻ മുസ്ലിം യഖ്രിസു ഖറസൻ, ആരെങ്കിലും ഒരു ചെടി നട്ടു, ഒരു മരം നട്ടു, അല്ലേ, നമ്മൾ നടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് റബ്ബാണത് കൊണ്ടുവരുന്നത്, വേറെ പണിയൊന്നും നമുക്കില്ല. നമ്മളൊരു തൈ നടുന്നു, അല്ലേ, അതിന് വെള്ളമൊഴുക്കുന്നു, ബാക്കി അതിനെ വളർത്തിക്കൊണ്ടുവന്ന് അത് ഫലപുഷ്ടിയാക്കി ഈ നമുക്ക് ഉപകാരമുള്ളതാക്കി മാറ്റുന്നത് ആരാണ്? ലോകത്തിൻ്റെ രക്ഷിതാവാണ്. ആ പ്രവർത്തനം നിങ്ങൾ നടത്തണം. കാരണം അങ്ങനെ നടത്തിയാൽ യഖുലു മിൻഹു ത്വയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ, ഒരു മൃഗമോ ഒരു പക്ഷിയോ ഒരു മനുഷ്യനോ ആരെങ്കിലും അതിന് ഭക്ഷിച്ചാലും അതിൻ്റെ കൂലി അവർക്ക് കിട്ടും എന്നാണ്. അത് സ്വതക്കയായി പരിഗണിക്കപ്പെടുമെന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നത്. ഖിയാമത്ത് നാളിലാണെന്ന് വിചാരിക്കുക, അപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു തൈ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ചെടി ഉണ്ടെന്ന് വിചാരിക്കുക, അല്ല ഇനി നട്ടിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കല്ല, അതെങ്കിലും നട്ടിട്ട് ഈ ലോകം അവസാനിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ നടണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പരിസരങ്ങൾ വൃത്തിയാക്കുക, നമ്മുടെ വീടും പരിസരവും, ഇതൊക്കെ ഒരു വിശ്വാസിയുടെ നിലപാടായിരിക്കണം. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അതൊക്കെ നമ്മളൊരു തെറ്റുകാരനാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക, കുട്ടികൾ ഉപയോഗിച്ച പാമ്പേഴ്സ്, അതുപോലെ ഉള്ള വേസ്റ്റുകൾ, ഇന്ന് പലതരത്തിലുള്ള വേസ്റ്റുകളുണ്ട്, ഇതൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ റോഡിലൊക്കെ ഡംപ് ചെയ്യുക, അതിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഈമാനിൻ്റെ ഭാഗമാണ് അത് നീക്കം ചെയ്യുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അതൊക്കെ കൈകാര്യം ചെയ്യുന്നിടത്ത് കാലം തേടുന്ന അത്തരം മാനേജ്മെൻറ്റ് പദ്ധതികൾ ഉണ്ടാവുക എന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഈ ലോകത്ത് ഇതൊക്കെ സംരക്ഷിക്കുവാനും അതുപോലെ തന്നെ മരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നിയമങ്ങൾ വന്നതെന്നാണ്. ഏകദേശം ഒരു 1970 കാലഘട്ടത്തിന് ശേഷമാണ്, 70കളിലാണ് 72-ലൊക്കെയാണ് ഇത്തരം നിയമങ്ങൾ ഇവിടെ വരുന്നത്. ഇപ്പോൾ വന്യജീവി സംരക്ഷണ നിയമം, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റ് ഒക്കെ വരുന്നത് 1972-ലാണ്. അതുപോലെ തന്നെ ഈ മരം മുറിക്കരുത് എന്ന വിഷയത്തിലുള്ള അത്തരം നിയമങ്ങളൊക്കെ വരുന്നത് അതിനുശേഷമാണ്. ഏകദേശം ഒരു 50-60 ഒക്കെ കൊല്ലമായിട്ടുള്ളൂ. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ, നിരക്ഷകനായ പ്രവാചകൻ ഈ ലോകത്തോട് പഠിപ്പിച്ചു മരം മുറിക്കുന്നതിനെക്കുറിച്ച്. ഫലപുഷ്ടിയുള്ള മരങ്ങൾ മാറ്റരുത്, യുദ്ധരംഗത്ത് പോലും പാലിക്കപ്പെടേണ്ട മര്യാദകൾ പഠിപ്പിച്ചു. പച്ചപ്പുള്ള അത്തരം മരങ്ങൾ മുറിക്കരുത്, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുത്, ഈത്തപ്പനകൾ കരിച്ചു കളയരുത്, ഇതുപോലെയുള്ള നിർദ്ദേശങ്ങൾ ഇതൊക്കെ നമ്മുടെ ഹദീസുകളും ആയത്തുകളിലും നിന്ന് മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിക ദർശനത്തിൻ്റെ ദൈവികതയും കാലാതീതമായ പ്രസക്തിയും ആവേശകരമായി മനസ്സിലാക്കി നമ്മൾ അതിൽ അഭിമാനം കൊണ്ട്, ഇസ്ലാമിൽ അഭിമാനം കൊണ്ട് അത് ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും ദീനീ പഠനത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ താല്പര്യത്തോടുകൂടി എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും താല്പര്യത്തോടുകൂടി മുന്നോട്ട് വരികയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിലെ പരിപാലറ്റ് കമ്മിറ്റി അംഗമായിരുന്ന മൊയ്തീൻ അത്താഉള്ള സാഹിബ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടവരെ നമ്മളൊക്കെ അറിഞ്ഞു. കോയമ്പത്തൂരിൽ കബറടക്കി. എല്ലാവരും ആത്മാർത്ഥമായി ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക. നമ്മുടെ പള്ളിയിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്ന ഒരു സഹോദരനാണ്. നമ്മുടെ ഈ സ്വഫിലെ ആ വലതുഭാഗത്ത് ഒരു കസേരയിൽ എപ്പോഴും വെള്ളിയാഴ്ചകളൊക്കെ ഞാൻ വരുമ്പോൾ സ്ഥിരമായി കാണുകയും
ഒരുപക്ഷേ നമസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോഴും അവസാനം വരെ ഇരുന്ന് ദുആ ചെയ്ത് അവസാനം ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ചിരിച്ചുകൊണ്ട് മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തുനിന്ന് യാത്രയായി മറ്റൊരു ലോകത്തേക്ക് പോയി, ഇനി നമ്മുടെ കൂടെ ഇല്ല. അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ കൂട്ടം മരണപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നിരവധി ജനാസ മയ്യത്ത് സന്ദർശിച്ചവരും വാർത്ത അറിഞ്ഞവരും അതിനെ അനുഗമിച്ചവരും എല്ലാത്തിൽ പങ്കെടുത്ത ആളുകളാണ് നമ്മളെല്ലാവരും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് പല ചിന്തകളും വരാറുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ മക്കളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ പ്രധാനമായും 2 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഒന്ന്, അവർ ചെയ്ത നന്മകളാണ്. അല്ലേ, അദ്ദേഹം കൃത്യമായി പള്ളിയിലുള്ള ആളായിരുന്നു, എല്ലാ കാര്യവും നല്ല ശാന്തനായിരുന്നു, നല്ല സ്വഭാവമുള്ള ആളായിരുന്നു, അതുപോലെ എല്ലാ നന്മകളിലും പങ്കെടുക്കാൻ മുൻപന്തിയിലുള്ള വ്യക്തിയായിരുന്നു, ദീനീ കാര്യങ്ങളിലും ഖുർആൻ പഠനങ്ങളിലുമൊക്കെ മുന്നിലുണ്ടായിരുന്നു, നന്മകൾ കൽപ്പിക്കുവാനും തിന്മ വിരോധിക്കുവാനും കാർക്കശ്യം കാണിക്കുന്ന ആളായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ തിന്മകൾ ഇങ്ങനെ എടുത്തു പറയും. ഇല്ലേ, വളരെ ഗൗരവത്തിൽ നടക്കുകയും ആളുകളെ ഉപദ്രവിക്കുന്നവനായിരുന്നു, ആരോടും ഒരു സഹകരണമില്ലാത്തവനായിരുന്നു, അതുപോലെ തന്നെ അടുത്ത് കടന്നിട്ട് പോലും പള്ളിയിൽ കയറിയിട്ടില്ല, നമസ്കരിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ മോശകാര്യങ്ങളും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം ഒരവസ്ഥ പ്രിയമുള്ളവരെ നമുക്കെല്ലാവർക്കും, നമ്മൾ ഓരോരുത്തരും അവരവരെ സംബന്ധിച്ച് ചിന്തിക്കുക. നമ്മളെക്കുറിച്ച് വരാനുണ്ട്. നമ്മൾ മരിച്ചാൽ നമ്മളെക്കുറിച്ച് മറ്റാളുകൾ ഏത് രൂപത്തിലായിരിക്കും ഇത്തരം സംസാരം ഗൗരവമുള്ളതാണ്. നമ്മൾ മരിച്ചുപോയി, പിന്നെ അവരെന്ത് പറഞ്ഞോട്ടെ എന്നല്ല. ഈ സംസാരം വളരെ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആളുകൾ ആ മനുഷ്യനെക്കുറിച്ച് നല്ലത് പറഞ്ഞു. വസ്നി അലൈഹ ഖൈറൻ വഖാല നബി അപ്പോൾ വജബത്ത് അല്ലെ, നിർബന്ധമായി എന്ന് 3 തവണ പറഞ്ഞു. അല്ലെ, മറ്റൊരു സന്ദർഭത്തിൽ കൊണ്ടുപോയപ്പോൾ ആളുകൾ ആ മയ്യത്തിനെക്കുറിച്ച് ചില മോശങ്ങൾ പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു വജബത്ത് നിർബന്ധമായി എന്ന് പ്രവാചകൻ 3 തവണ പറഞ്ഞു എന്നാണ്. സഹാബിമാർ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ആ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അല്ലെ, അവിടുന്ന് പറയാണ്, നിങ്ങൾ ആ മയ്യത്തിനെക്കുറിച്ച് നന്മ പറഞ്ഞില്ലേ, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ തിന്മ പറഞ്ഞില്ലേ, ആ മനുഷ്യന് നരകം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന ദീർഘമായ ഒരു ഹദീസ് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ്? അന്തും ശുഹദാഉ ലില്ലാഹി ഫിൽ അർദ് വഅന്തും ശുഹദാഇ ലില്ലാഹി ഫിൽ അർദ് വഅന്തും ശുഹദാഉ ഫില്ലാഹി ഫിൽ അർദ്. ഭൂമിയിൽ നിങ്ങൾ അവരുടെ സാക്ഷികളാണെന്നാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മളോട് ആദർശ ബന്ധുക്കൾ, നന്മകളിൽ ഒരുമിച്ച് പോകുന്നവർ, അത്തരം ആളുകളുടെ നന്മകൾ അവർക്ക് അത് ഉപകാരം ചെയ്യുമെന്നത് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കൾ, ചിന്തിക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെക്കുറിച്ച് നമ്മൾ മരിച്ചാൽ എന്തു പറയും? നമ്മുടെ ഭാര്യ എന്തു പറയും? നമ്മുടെ ഭർത്താവ് എന്തു പറയും? നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൻ നമ്മളെക്കുറിച്ച് എന്തു പറയും എന്നാണ്. റസൂലുള്ളാഹിയുടെ അടുത്തൊരു സഹാബി ഒന്ന് ചോദിക്കുന്നില്ലേ, നബിയെ, ഞാൻ നല്ലവനാണോ ചീത്തവനാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ്. അത് നിൻ്റെ അയൽവാസികളോട് ചോദിച്ചാൽ മതി എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്സൻത വഇദാ സമീഅതും യഖൂലു ഖദ് അസ്അത വഖദ് അസ്അത. അവർ മോശം എന്ന് പറഞ്ഞാൽ നീ മോശമായിരിക്കും, അവർ നല്ലതെന്ന് പറഞ്ഞാൽ നീ നല്ലതായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ നിൻ്റെ അർത്ഥം, അവർക്കാണ് നിന്നെ അറിയുന്നത്, നിൻ്റെ കൂട്ടുകാർക്കാണ് നിന്നെ അറിയുന്നത്, നിൻ്റെ നാട്ടുകാർക്കാണ് നിന്നെ അറിയുന്നത്. നിൻ്റെ സ്വഭാവങ്ങളും നിൻ്റെ പെരുമാറ്റങ്ങളും നിൻ്റെ ചലനങ്ങളുമെല്ലാം അറിയുന്നവർ നിൻ്റെ കൂടെ കിടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ അള്ളാഹു സാക്ഷികളാണെന്നാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു. അല്ലേ, 4 ആളുകൾ ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അവന് സ്വർഗമുണ്ട് എന്നാണ്. വീണ്ടും ചോദിച്ചു, 3 ആളുകളാണെങ്കിലോ എന്ന് സഹാബിമാർ ചോദിച്ചപ്പോൾ അതെ, അവന് സ്വർഗമുണ്ട്. 2 ആളുകളാണോ എന്ന് സഹാബിമാർ ചോദിച്ചപ്പോൾ അവിടെ പ്രവാചകൻ പറഞ്ഞു അതെ, അവന് സ്വർഗമുണ്ട്. എന്നിട്ട് സഹാബിമാർ പറയുന്നുണ്ട്, വലം നസ്അലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹിദൻ, ഒരാളാണോ എന്ന് ഞങ്ങൾ ചോദിച്ചില്ല എന്ന് സഹാബിമാർ പറയുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം അല്ലേ, നമ്മൾ നന്മയായി ജീവിച്ചിട്ട് ആളുകൾ മോശം പറഞ്ഞാൽ അതിനനുസരിച്ച് നരകത്തിൽ പോകും എന്നല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾ അത് ആളുകൾ ഓർക്കാൻ കാരണമാകും. അത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകും. അത്തരം ശേഷിപ്പുകൾ അവസാനിപ്പിച്ച് വേണം ഈ ലോകത്ത് നമ്മൾ പോകാൻ. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ റീലും അനാവശ്യങ്ങളുമൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിച്ച് ഈ ജീവിതം പ്രിയമുള്ള സഹോദരങ്ങളെ നശിപ്പിച്ച് കളയരുത്. എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കാൻ കഴിയണം. ഈ പള്ളി അത്തരം ചില ആളുകളുടെ സ്വപ്നമായിരുന്നു, അവരുടെ പരിശ്രമമാണ് ഈ പള്ളി. അതുപോലെ ഇവിടെ നടക്കുന്ന ഖുർആൻ ക്ലാസുകൾ ചിലരുടെ പരിശ്രമവും അവർ ബാക്കിയാക്കി പോകുന്നതാണ്. ഇവിടുത്തെ മദ്രസ അതുപോലെയാണ്. ഈ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ സെൽഫിലിരിക്കുന്ന ഖുർആൻ അതുപോലെ ചില ആളുകളുടെ സ്വപ്നമാണ്. ഇന്നും കോടിക്കണക്കിന് കോപ്പികളാണ് അടിച്ച് വിതരണം ചെയ്തത്. അവരുടെ ഖബറിലേക്ക് അത് കിട്ടുകയാണ്. അത്തരം എന്തെങ്കിലുമൊക്കെ ബാക്കിയാക്കാൻ, നന്മയുടെ ഭാഗത്തിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവുമൊക്കെ അനാവശ്യമായി ചെലവഴിച്ച് മൊബൈൽ സ്ക്രോൾ ചെയ്തും അനാവശ്യങ്ങൾ കണ്ടും ആസ്വദിച്ചും അടിച്ചു പൊളിച്ചും ജീവിച്ച് തീർക്കാനുള്ളതല്ല. ഈ ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മകളുടെ ബാക്കി പത്രങ്ങൾ വെച്ചുകൊണ്ട് പോകാൻ
പോകാനും അത്തരം സൽകീർത്തിയോടുകൂടി മരിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണം. അതിന് നമ്മൾ വേണ്ടത് സ്വഭാവം നന്നാക്കണം, ഹുസ്നുൽ ഖുൽഖ് ഉണ്ടാകണം. അതുപോലെ ആളുകളോടുള്ള ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിയണം, അമാനത്ത് കൃത്യമായി പാലിക്കാൻ കഴിയണം. ആളുകൾ സമൂഹവുമായി ബന്ധപ്പെട്ട നമ്മൾ ഒന്നാമത്തെ ഖുതുബയിൽ പറഞ്ഞ വിഷയങ്ങൾ അത് കൃത്യമായി പരിഗണിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മാത്രമേ ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ലോകത്തുള്ള പ്രവാചകന്മാരുടെ ഒക്കെ പ്രാർത്ഥനയായിരുന്നു. നൂഹ് നബി, ഹൂദ് നബി, സ്വാലിഹ് നബി, ഇബ്രാഹിം നബി, അതുപോലെയുള്ള പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളൊക്കെ ഖുർആൻ പറയുന്ന ഭാഗങ്ങളിൽ കാണാം. വതറക്ന അലൈഹാ ഫിൽ ആഖിരീൻ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ മരണത്തിന് ശേഷം സൽകീർത്തി നിലനിർത്തി തരണേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് അല്ലേ, ആ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി വരുവാനുള്ള ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി സംഭാവനകൾ നൽകുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ജോലിയിലുമെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പള്ളികളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ ഒരുപാട് ആളുകൾ, അത്താവുള്ള സാഹിബ്, ഷാജഹാൻ സാഹിബ്, അതുപോലെ പേര് പറയാത്ത ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ കൂടെ ജീവിച്ചവർ, അവരൊക്കെ നമ്മളിൽ നിന്ന് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ്. ബർസഖിയായ ലോകത്താണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു പൂർണ്ണമായ മഹ്ഫിറത്തും റഹ്മത്തിനെയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിനെ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായ ബർസഖിയായ ലോകത്തിലെ ആഫിയത്തിനെ അവർക്ക് അള്ളാഹുവെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പല ആളുകളും രോഗികളാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരൻ, അവരുടെ രോഗങ്ങളെ അള്ളാഹു ഷിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നടന്നെടുക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, ഫലസ്തീനിൽ, സിറിയയിൽ, അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ അള്ളാഹു അവർക്കെല്ലാവർക്കും നിർഭയത്വവും എല്ലാവിധ ആശ്വാസവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.